കൈച്ചക്ക വരട്ടിയത് ഉണ്ടാക്കാം. പൈനാപ്പിൾ വരട്ടി. പൈനാപ്പിളെല്ലാം കഷ്ണങ്ങളാക്കി ഇനി മിക്സി വെച്ച് അരയ്ക്കാം. പൈനാപ്പിൾ മിക്സിയിൽ നമ്മൾ അരച്ചു. ഇതിനകത്ത് ഇനി ശർക്കരയും നെയ്യും ചേർക്കാം. ഏലക്കായും ചുക്കുപൊടിയും ജീരകവും ശർക്കരയും. നമ്മൾ പൈനാപ്പിൾ ഇങ്ങനെ വരണ്ടോണ്ടിരിക്കുകയാണ്. നെയ്യും പൈനാപ്പിൾ മാത്രം. നമ്മൾ അരമണിക്കൂറോട്ടോളം ഇളക്കി. ഇതെല്ലാം വരണ്ട് വരുക. ഇനിയിപ്പോൾ ഏലക്കായും ചുക്കുപൊടിയും ജീരകവും കൂടെ ചേർക്കണം. ഉരുണ്ട് വരാൻ തുടങ്ങി. നമുക്കിനി നെയ്യ് തടഞ്ഞത് പാത്രത്തിലോട്ട് മാറ്റാം. ഇതല്ല ഉരുണ്ട് വരാൻ തുടങ്ങി. അതായത് പൈനാപ്പിൾ വരട്ടിയത്. അലുവ പോലെ തോന്നും, പക്ഷേ അലുവ ഒന്നും കുഴപ്പമൊന്നുമില്ല. ഇത് ഇങ്ങനെ ബ്രെഡിൻ്റെ കൂടെ കൂട്ടാൻ കൊള്ളും. ജാമ് പോലെ. ഇതാണ് പൈനാപ്പിൾ